ഇന്ത്യൻ സൈന്യത്തിന് ശേഷം പ്രതിരോധത്തിന്റെ രണ്ടാം നിരയായി പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സേനയാണ് ടെറിട്ടോറിയൽ ആർമി. മുഴുവൻ സമയ സൈനികരിൽ നിന്നും വ്യത്യസ്തമായി TA അംഗങ്ങൾ ആവശ്യമുള്ള സമയങ്ങളിൽ രാജ്യത്തെ പരിശീലിപ്പിക്കുന്നതിനും സേവിക്കുന്നതിനുമായി തങ്ങളുടെ പതിവ് ജോലികളിൽ നിന്നും സമയം ചെലവഴിക്കുന്ന സാധാരണക്കാരാണ്. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ബിസിനസ് ഉടമകൾ തുടങ്ങി സിവിൽ പ്രൊഫഷനുകളിൽ ഇതിനകം ജോലി ചെയ്യുന്ന ആളുകളെ ഉദ്ദേശിച്ചതാണ് ഈ സേന. ആവശ്യപ്പെടുമ്പോൾ യൂണിഫോം ധരിക്കാൻ അവർ തയ്യാറാണ്. അവർ ഇടയ്ക്കിടെ സൈനിക പരിശീലനത്തിന് വിധേയരാകുകയും യുദ്ധങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ മറ്റടിയന്തര സാഹചര്യങ്ങൾ എന്നിവയിൽ ദേശീയ പ്രതിരോധത്തെ പിന്തുണയ്ക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു. ടെറിട്ടോറിയൽ ആർമി പാർട്ട് ടൈമായി പ്രവർത്തിക്കുന്നു. കൂടാതെ വോളണ്ടിയർമാർക്ക് എല്ലാ വർഷവും 2 മാസത്തെ പരിശീലനവും നൽകും. സാഹചര്യത്തിനനുസരിച്ച് ആവശ്യാനുസരണം സൈനിക സേവനത്തിനോ ഉദ്യോഗസ്ഥരെ വിളിക്കാം. പരിശീലനത്തിനോ സജീവമായി ഡ്യൂട്ടിക്കോ വിളിക്കുമ്പോൾ സാധാരണ സൈനിക ഓഫീസർമാർക്ക് കിട്ടുന്ന അതേ ശമ്പളം, അലവൻസുകൾ, ആനുകൂല്യങ്ങൾ എന്നിവ അവർക്കും ലഭിക്കും. ലഫ്റ്റനന്റ് കേണൽ വരെയുള്ള സ്ഥാനക്കയറ്റങ്ങൾ സേവന ദൈർഘ്യത്തിൻ്റെയും നിശ്ചിത മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് നൽകുന്നത്. അതേസമയം കേണൽ, ബ്രിഗേഡിയർ സ്ഥാനക്കയറ്റങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. ഔദ്യോഗിക വെബ്സൈറ്റുകൾ പ്രകാരം ടെറിട്ടോറിയൽ ആർമിയിൽ നിലവിൽ 65 യൂണിറ്റുകളിലായി ഏകദേശം 50,000 ഉദ്യോഗസ്ഥരുണ്ട്. ഇതിൽ റെയിൽവേ, ONGC, ഇന്ത്യൻ ഓയിൽ എന്നിവയിൽ നിന്നുള്ള ഡിപ്പാർട്ട്മെന്റ് യൂണിറ്റുകളിലും വകുപ്പിതര യൂണിറ്റുകളും ഉൾപ്പെടുന്നുണ്ട്. 1920 ഇന്ത്യൻ ടെറിട്ടോറിയൽ ഫോഴ്സ് സ്ഥാപിതമായതോടെയാണ് ഈ സേനയ്ക്ക് ഔപചാരിക രൂപം ലഭിച്ചതെങ്കിലും 1885 തന്നെ ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരകാലം മുതൽ ഇതിനൊരു നീണ്ട ചരിത്രമുണ്ട്. ഇന്ത്യ സ്വാതന്ത്ര്യമായതിനു ശേഷം 1948 ടെറിട്ടോറിയൽ ആർമി ആക്ട് പാസാക്കി. ഒരു വർഷത്തിന് ശേഷം 1949 ആദ്യത്തെ ഗവർണർ ജനറലായ C. രാജഗോപാലാചാരിയാണ് സേന ഔദ്യോഗികമായി ആരംഭിച്ചത്. രൂപീകൃതമായത് മുതൽ 1962, 65, 71 വർഷങ്ങളിലെ യുദ്ധങ്ങൾ, ശ്രീലങ്കയിലെ ഓപ്പറേഷൻ പവൻ, പഞ്ചാബ്, ജമ്മു കശ്മീർ, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലെ കലാപ വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന സൈനിക പ്രവർത്തനങ്ങളിൽ TA ഉൾപ്പെട്ടിട്ടുണ്ട്. ഭൂകമ്പം, ചുഴലിക്കാറ്റുകൾ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളിൽ സഹായിക്കുന്നതിലും TA യൂണിറ്റുകൾ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.